ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ? ഞാനും എൻ്റെ പിള്ളേരും ഹാപ്പിയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാള് പരാതി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പരാതി പറച്ചില്. വേറെ ആരുമല്ല, നമ്മുടെ മണിക്കുട്ടിയുടെ. അപ്പോ അത് കുറെ പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടേ അതിൽ കുറെ രസകരമായിട്ടുള്ള കമന്റുകൾ നമ്മൾ കണ്ടു. അവളുടെ വീടിന്റെ ഭാഗം ഏകദേശം കൊടുങ്ങല്ലൂർ ഭാഗത്താണ്. അതുപോലെ അങ്ങനത്തെ കുറെ ഫണ്ണി ആയിട്ടുള്ള കമന്റ്സുകളുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മള് അഴിച്ചു വിട്ടിട്ടില്ല, അഴിച്ചു വിടാനായിട്ടുള്ള സമയം ആവുന്നുള്ളൂ. കാരണം അവിടെ നമ്മൾ ചെറിയൊരു പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി തിടുക്കം കൂട്ടി നിൽക്കുകയാണ്. ഇവിടെ ഒരാള് എന്താ പറയാ, അതുമ്മ കയറി നിന്ന് പ്രതിഷേധം വരെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഇവിടെ അവിടെ വെച്ചിരുന്ന വെള്ളം ഫുള്ള് തട്ടി കളഞ്ഞിട്ട് ഫുള്ള് ഇതാക്കി വെച്ചേക്കാം. അപ്പൊ ഞങ്ങളൊരു 1.5-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അഴിച്ചു വിടാനായിട്ട്. അവിടെ ഒരാൾ കണ്ടതേ, ഇയാളുടെ പരാതിയാണ് നമ്മളിന്ന് കേട്ടത്. കണ്ടോ, ഞാൻ ഇന്ന് രാവിലെ എന്താ പറയാ ചുമ്മാ ഇവരുടെ എന്താ പറയാ കൂട്ടത്തിൽ ഒന്ന് ഇട്ടതാ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഒന്ന് ഇട്ടത്. പക്ഷെ ഇപ്പൊ പരാതിയല്ല. ഇപ്പൊ പരാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇറങ്ങാനുള്ള തിടുക്കത്തിലായ കാരണം കൊണ്ട് നമ്മുടെ എന്താ പറയാ മണിക്കുട്ടി അങ്ങോട്ട് ബാക്കിലേക്ക്. പിന്നെ നമ്മുടെ നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർ അവരെല്ലാരും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ പ്രശ്നം നിങ്ങളുടെ? ഇവിടെ ഇടയ്ക്ക് ഇവിടെ കടി കൂടുണ്ട്. വേറെ ആരല്ല കേട്ടോ, നമ്മുടെ ഇഷപ്പെണ്ണിനെ രാവിലെ നോക്കുമ്പോ ഇടയ്ക്ക് ഇവിടെ ഒരു പൊട്ടൽ കാണാം, ചെവിയുടെ അവിടെ ഒരു പൊട്ടൽ കാണാം. അങ്ങനെ കാരണം ഇവളും അതുപോലെ നമ്മുടെ നന്ദുട്ടിയും കൂടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫൈറ്റ് ചെയ്യും. നമ്മുടെ നന്ദുട്ടിയും ഇഷയും കൂടിയിട്ട്. അപ്പൊ ആരെ ജയിക്കാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നന്ദുട്ടിയാണ്. കാരണം ഇഷ എന്താ പറയാ, ഞാൻ വളർത്തിയിട്ടുള്ള കുഞ്ഞാ. നന്ദുട്ടി എന്നൊക്കെ പറഞ്ഞാൽ മമ്മി വളർത്തിയതാ, തീയിൽ കുരുത്തതാ. എന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആവില്ല. കാരണം വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ വളർത്തുന്ന എല്ലാ പിള്ളേരും പാവങ്ങളാ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ജിമ്മിച്ചൻ എന്താ പറയാ, ആൾക്കാർക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര ടെററായിട്ടൊക്കെ തോന്നും. പക്ഷെ എന്റെ മോൻ അടുത്ത് വന്നത് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് വന്നാലും ഇങ്ങനെ വാലാട്ടി നിൽക്കും. അത് ഞാൻ വളർത്തുന്ന ഇതാട്ടോ. ആരായിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മക്കളെയും നമ്മൾ ഇവിടെ വളർത്താൻ ഉദ്ദേശിക്കണില്ല. അതോ ആയിരിക്കണോ, ഇവിടെ പെൺപുലിയാണ് കിടന്നുറങ്ങണേ. ഇവിടെ ഞാൻ ഇത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ സാക്ഷപ്പെട്ടു എന്റെ ആടി ചൂശു എന്റെ ഇനി ഞാൻ ഉഷാരാവണ്ടേ? ഞാൻ എന്തായാലും ഉഷാരാവണ്ടേ എന്റെ മോള് ഉഷാരാണ്. ഞങ്ങൾ എന്തായാലും ഒരു 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കിലെ മുറിവെല്ലാം ഉണങ്ങി കഴിഞ്ഞാൽ കുളിപ്പിക്കും. പിന്നെ നമ്മള് സ്കിന്നിന്റെ ആയിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര വിഷയങ്ങൾ വരില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എത്രത്തോളം ആൾക്കാരെ അക്സെപ്റ്റ് ഒന്നും അറിയില്ല. ഈ നമ്മുടെ ഈ കുടുംബശ്രീയുടെ മീറ്റിംഗ് പോലെയാണ്. ഏറ്റവും ലാസ്റ്റ് മറ്റേ വാളും പരിചയമായിട്ട് ഇങ്ങനെ നിൽക്കും. അതുപോലെയാണ് ഇടയ്ക്ക് ഇതിന്റെ ഉള്ളില് അംഗം വിട്ടുകള്. നീ സീരിയല് കാണാറുണ്ടാ? നീ സീരിയല് കാണുന്ന ആൾക്കാർ എന്നെ കയറി ട്രോളായിരിക്കോട്ടാ. നീ സീരിയല് കാണാറുണ്ടാ? നീ സീരിയല് കാണാറുണ്ടാ? കാണാറുണ്ട്, എനിക്ക് മനസ്സിലായി. നിന്റെ കടിപിടി കാണുമ്പോ എനിക്ക് മനസ്സിലായി. ഇവിടെ കറുമ്പി എന്നിട്ട് ഇവിടെ മെയിൻ പരാതി പറച്ചിലും ഇവിടെ മെയിൻ എന്താ പറയാ ആൾക്കാരെ നശിപ്പിക്കുക, ആൾക്കാർ ഇതാക്കുക. അവിടെ ഒരാള് സൈറം വിട്ടു തുടങ്ങിയിട്ട കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ ഗോപുവിനെയും ഇവരെ നമ്മള് കേസിലാക്കിയിട്ടേക്കുക, പുറത്തേക്ക് ഇറക്കാത്ത കാരണം. അതിന്റെ പ്രതിഷേധമാണ്. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇപ്പൊ ഗോപുവും നമ്മുടെ കുഞ്ഞാപ്പുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് കേട്ടാ. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടിയ കാര്യങ്ങളൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. ആ രണ്ടുപേരെ വൈബ് ഒരേപോലെയാ. പിന്നെ നമ്മുടെ അപ്പൂശി പിന്നെ നമ്മുടെ കുഞ്ഞൻ. എല്ലാരും ഞാനിപ്പോ ഇതാക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ. എന്താ പറയാ, എല്ലാരും ഇപ്പൊ കളിക്കാനായിട്ട് വിടുമ്പോ എല്ലാവർക്കും കാണാൻ അതാണ് ആഗ്രഹം. അത് ഞാൻ തിങ്കളാഴ്ച വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാരും ഇതാക്കിയിട്ട് ഇപ്പൊ എല്ലാരും തുറന്നു വിടാൻ വേണ്ടിയിട്ടുള്ള എന്റെ ദൈവമേ ആ ഒരു ദയനീയമായിട്ടുള്ള നോട്ടം നിങ്ങൾ കാണണം. പിന്നെ ഈ ഒരാള് പോണേ ഇപ്പൊ ഒരാള് പോയത് കണ്ടോ? അത് വേറെ ഒന്നല്ല കേട്ടാ. അവൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവള് പോയി കടിക്കും. പിന്നെ നമ്മള് ഇവിടെ മൊത്തം വൃത്തിയാക്കി കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ആക്കി ഇവിടെ എല്ലാം നമ്മൾ സെറ്റാക്കി. അവിടെ നമ്മുടെ കേജിന്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
അത് നമ്മുടെ സാക്ഷക്കുട്ടിയുടെ ഈ ഒരു കേജിന്റെ ഇതിന്റെ ഓൾ ഇൻ ഓൾ എന്താ പറയുക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജോണാണ്. സ്റ്റീൽ ബോഡി ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, കാരണം ആശാൻ ഇത്തിരി എന്താ പറയുക നാണം കുണിയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ജോണെ, ഇത് എത്ര ദിവസം കൊണ്ട് നമ്മളെ ഈ പരിപാടികൾ തീരും? 4 ദിവസം. ജോൺ പറഞ്ഞിരുന്നത് 4 ദിവസമാണ് പറഞ്ഞത്. നമുക്ക് ഇനി ഇതിനെ സ്റ്റീലും കാര്യങ്ങളൊക്കെ എടുക്കണം, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ നിലവിൽ ഈ സാധനങ്ങളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചേക്കണത് ഇതേ ഈ ഒരു ഇവിടുന്ന് നമ്മൾ കേജ് നമ്മൾ പാർട്ടീഷൻ ചെയ്യും. കാരണം ഇത്രത്തോളം വീതിയുണ്ട്. അപ്പൊ ഇത് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 കേജ് ആയിട്ട് ആക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു കുഞ്ഞിനെയും കൂടെ നമ്മൾ എത്തിക്കുന്നുണ്ട്. ഒരു പിറ്റ്ബുള്ളാണ്. കുഞ്ഞിനെ എത്തിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ചാലക്കുടി ഭാഗത്തു നിന്നാണ് കേട്ടോ കുഞ്ഞിനെ എത്തിക്കണത്. ഇനി ബ്രീഡ് മാത്രം രക്ഷപ്പെടുത്തണു എന്ന് പറഞ്ഞ് ആരും കയറി ഇതാക്കരുത്. കാരണം ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടല്ല. എന്നാൽ കഴിയുന്ന അല്ലെങ്കിൽ എന്നാൽ ഇതാക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ മാക്സിമം ഞാൻ റെസ്ക്യൂ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പൊ ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, അത് പിറ്റ്ബുൾ ആണെന്ന് പറഞ്ഞാലും അതിനൊരു ലാബിന്റെ ക്യാരക്ടറാണ് ആക്കിയെടുത്തു. കാരണം ആ ഒരു ബ്രീഡർ ഒരു മദ്യപിക്കുന്ന ഒരാളാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണെങ്കിലും എന്താ പറയാ, അത് കുടിക്കുന്ന അതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ താല്പര്യം കാര്യങ്ങളാണ്. പക്ഷേ ആ കുടിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഫ്രസ്ട്രേഷനും അത് ആളുടേതായ ടെൻഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ കൂടി തീർക്കുന്നത് ആ പാവത്തിന്റെ മേത്താണ്. അപ്പൊ അതിന് ഒരു ദിവസം നോക്കുമ്പോൾ അതിനെ എന്താ പറയാ എന്തുകൊണ്ട് എടുത്ത് അടിച്ച് അതിന്റെ ഓളി കേട്ടിട്ടാണ് ഈ റെസ്ക്യൂ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തേക്കണ ഫാമിലി പോയി എടുക്കുന്നത്. കാരണം അത്രയും ഉപദ്രവിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് ആ കുഞ്ഞിനെ. അപ്പൊ ആ കുഞ്ഞിനെ ഇപ്പൊ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വേറൊന്നുമില്ല. എന്താ പറയാ, ആ കുഞ്ഞിനെ പോയി എടുത്ത ആൾ ഇപ്പൊ അബ്രോഡാണ്. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഏറ്റെടുത്തോളാം. അത് എനിക്ക് ഡീറ്റെയിൽസ് കാര്യം അയച്ചപ്പോൾ എന്റെ ശരിക്കും പറയണമെങ്കിൽ എന്റെ കിളി പോയി. കാരണം ഒരു പിറ്റ്ബുള്ളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ നിർത്തിക്കൂടെ? കാരണം നല്ലൊരു ഗാർഡ് ഡോഗാണ്, കാര്യങ്ങളാണ്. സംഭവം ശരിയാണ് ചേട്ടാ. കാരണം പക്ഷെ ഫസ്റ്റ് അവിടെ നിൽക്കുന്നത് ഒരു അമ്മാമ്മയാണ്. ആ ചേച്ചിയുടെ അമ്മ, ആ പെൺകുട്ടിയുടെ അമ്മാമ്മയാണ്. അപ്പോ അവർക്ക് താങ്ങണില്ല. രണ്ടാമത്തെ കാര്യം, ആ കുഞ്ഞിന്റെ എന്താ പറയാ ആ കുടിയൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോ എന്താ പറയാ ഉപദ്രവങ്ങൾ ഇനി കൂടുള്ളൂ. കാരണം അവിടുന്ന് നമ്മൾ കൊണ്ടുവന്നതാണ് ആ കുഞ്ഞിനെ. അപ്പൊ ആ കുഞ്ഞ് ഇതാക്കിയ കാരണം കൊണ്ട് അവർക്കും ചിലപ്പോൾ ആക്രമണങ്ങൾ വരാം. എന്തിനാ പറയാ ആക്രമണങ്ങൾ, ആ സംഭവം വരാം. എനിക്ക് ക്ലിയർ ആവണില്ല. ഇവിടെ ഒരാൾ പോണണ്ട. നമ്മളെ ശരിക്കും പറയാ കുറെ പണികളൊക്കെ മൂപ്പർ തന്നെ ചെയ്തോളൂ. അതാണ് മൂപ്പരുടെ പ്രത്യേകത, അല്ല ജോണേ? അതെ, നമ്മുടെ ഈ തൊഴുത്ത് നമ്മൾ കേജ് ആക്കണ കാര്യങ്ങളാണെങ്കിലും മൂപ്പർ തന്നെയാണ് അവരുടെ ഒപ്പം വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ ഇതാക്കിയത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ നിലവിൽ സിമെന്റും കാര്യങ്ങളൊക്കെ ഇട്ട് തേച്ച് ഇതാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്റ്റീലും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ആക്കിയെടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 10-12,000 രൂപ 13,000 നമുക്ക് ചെലവ് വരുന്നുണ്ട്. കാരണം ഇതിപ്പോ നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇത് എന്താ പറയാ തറ മാത്രമേ ഉള്ളൂ. അതെല്ലാം കാര്യങ്ങൾ ഇതാക്കി നമ്മൾ ബാക്കി വന്ന സിമെന്റ് ആണ് കേട്ടോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാക്കി കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഒരു കൂടെ ആക്കി എടുക്കണമെങ്കിൽ ഒരു 10-12 രൂപ 13,000 രൂപ നമുക്ക് ചെലവുണ്ട്. 13,000 മാക്സിമം പറഞ്ഞ റേറ്റ്. ഇനി കൂടുമെന്ന് അറിയില്ല, കാരണം സ്റ്റീലിന് ഇപ്പം അന്യായ റേറ്റ് ആണ്. അപ്പൊ പലരും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ഒരു കമന്റിൽ, നിങ്ങൾക്ക് സ്റ്റീൽ റേറ്റ് കുറവുള്ള സ്ഥലങ്ങൾ എടുത്തുകൂടായിരുന്നു. എൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്റ്റീലിന് റേറ്റ് കുറവുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടില്ല. അപ്പോൾ എന്നാൽ എന്താ പറയാ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി നമുക്ക് കുറെ ദൂരം സഞ്ചരിക്കാനും കഴിയില്ല. കാരണം ഇതിൽ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതും പറ്റാത്തതും കാരണം കൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാനും ജോണും മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ പറയാ, ഇപ്പോ ഞാൻ വേറൊരാളെയും കൂടെ ഞാൻ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെ. ഇവിടെ 2 പേരും ഇവിടെ ഉണ്ട്, എനിക്ക് പുറത്തു പോയി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ജോൺ ഒറ്റയ്ക്കെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അവനും പഠിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അവനും പഠിക്കണം, എനിക്കും പഠിക്കണം. അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞ സ്റ്റുഡൻസ് ആണ് ശരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും അത് അത്രയും താല്പര്യം, അത്രയും ഒരു പാഷനറ്റ് ആയ കാരണം കൊണ്ടാണ് നമ്മൾ ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ പറയാ, ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഈ വയസ്സിൽ ഞാൻ ഈ ചിന്തിക്കുന്ന പോലെ ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തില്. അതില് ഞാൻ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം കേട്ടോ. കാരണം 25 വയസ്സിൽ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ അത് ഇത്ര വലിയ അഹങ്കാരമാണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിലല്ല പറയണത്. എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് അത്. എന്നുവെച്ചാൽ എനിക്ക് അഭിമാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ 25 വയസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു ഹെവൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്.
അത് മാത്രമല്ല ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ഈവൺ ഞാൻ പഠിക്കുന്ന കോഴ്സ് പോലും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പിള്ളേരെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ശരിക്കും ഒരു അടിപൊളി സ്വർഗ്ഗാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് തീരെ വയ്യായിരുന്നു. പക്ഷെ വീഡിയോ എടുത്ത് ഇതാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എനർജി ആയി. കാരണം നിങ്ങളോട് എൻ്റെ വിശേഷങ്ങൾ, എൻ്റെ മക്കളുടെ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക സുഖം, ഒരു പ്രത്യേക സന്തോഷമാണ് എൻ്റെ മക്കളുടെ ഇത് കാണുമ്പോൾ. നിങ്ങൾക്കും അതാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പണി നടക്കണ കാരണം കൊണ്ട് നമുക്ക് പിള്ളേർ പഠിച്ചിടാൻ പറ്റില്ല. ഇതൊന്ന് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇതൊന്ന് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഇതെല്ലാവരും ഇതിന്റെ മേലെ കൂടെ കയറി ഇറങ്ങി അതാകെ അലങ്കോലാക്കും. അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ അഴിച്ചു വിടാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണത്തിന് സമയം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം പാർട്ടീഷൻ ചെയ്ത് 2 കേജ് ആക്കി എടുക്കാനൊക്കെ ആയിട്ട് ഒരു 10-13,000 രൂപ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും കഴിയുന്നവർ സഹായിക്കണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ സഹായങ്ങളൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹെവൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോണത്. കാരണം കുറെ പേര് നമ്മളെ നെഗറ്റീവായിട്ട് കുറെ പേര് പറയുന്നവരുണ്ട്. അവനെപ്പോഴും പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനെപ്പോഴും പൈസയ്ക്കാണ് ആവശ്യം, കാര്യങ്ങളാണെന്ന്. അഫ്കോഴ്സ് പൈസ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഇത്രയും പിള്ളേരെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള വൃത്തിയിലും മാന്യതയിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ഡോഗിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ഹൈജീനിക്, അവരുടെ ഗ്രൂമിങ്, അവരുടെ ഹെൽത്ത്, അവരുടെ ഫുഡ്. ഈ 4 കാര്യങ്ങളും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അത് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ നിലവിൽ നമ്മുടെ ഇവിടെ 24 പിള്ളേരുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു 7 കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. നമ്മൾ വാളയാറിന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഒരു 7 കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ഇപ്പൊ നമുക്ക് അറിയുന്ന ഒരു ആന്റിയുടെ അവിടെ നമ്മൾ ഹോൾഡ് ചെയ്തേക്കാണ്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അമ്മമാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ കുഞ്ഞിനെ പോയി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്. അതിനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തീപ്പൊരി ഗ്രൂപ്പാട്ടോ. ആ കാര്യത്തിൽ നമ്മുടെ എന്താ പറയാ, കറമ്പൻസ് വേൾഡിന്റെ കുറച്ച് താങ്ങാൻ തണലായിട്ട് നിൽക്കുന്ന കുറച്ച് അമ്മമാരുണ്ട്. അപ്പോ അവരാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെവൻ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ഇതില് നമ്മൾ ആ ഒരു പപ്പീസ് നമ്മൾ കൊണ്ടുവരും. ആ കുഞ്ഞുങ്ങളെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് കിട്ടിയ 2 കുഞ്ഞുങ്ങളെ നമുക്ക് അഡോപ്ഷൻ കൊടുക്കണം. അപ്പൊ ടോട്ടല് ഇവിടെ 11 പപ്പീസാണ് ഉള്ളത് നിലവില്. അപ്പൊ നമുക്കത് ഇതാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കേജിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഷക്കുട്ടിയും അതുപോലെ നമ്മുടെ പുതിയ മെമ്പറും കൂടെ ഈ ഒരു കേജിൽ കിടക്കും. അപ്പൊ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. കാരണം ഇവിടെ ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു തറ ഉള്ള കാരണം കൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം. കാരണം ഇത് നമ്മൾ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീലും കാര്യങ്ങളും നമ്മളൊരു ചൊവ്വാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് പോയി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സഹായങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ആയി. എല്ലാവരും എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങാനുള്ള കാര്യങ്ങളായി. ഇവിടെ ഒരാൾ നല്ല ഉറക്കാട്ടോ. അതേ കണ്ടോ, ഇവിടെ നമ്മുടെ കുട്ടു നല്ല ഉറക്കാ. കുട്ടുസേ ആരടാൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിക്കണെന്നുള്ള രീതിക്കാണ് നോക്കണേ. അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാതെ. മക്കളെ അവിടെ എനിക്കിപ്പം ഇറങ്ങണം, എനിക്കിപ്പോൾ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്തിറക്കട തെണ്ടി എന്നാണ് അവർ ആ കുറയ്ക്ക് ഉദ്ദേശിച്ചേക്കണേ. അപ്പൊ എന്തായാലും ഇപ്പൊ പിള്ളേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടോ. അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഈ കൂടിന്റെ നമ്മുടെ പുതിയ കേജിന്റെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ ഷെൽട്ടറിന്റെ പണി നമുക്ക് തുടങ്ങാനായിട്ട്. അതിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഇഷ്ടംപോലെ മക്കൾ ഇപ്പോഴും തെരുവിലുണ്ട്. അപ്പോൾ നമ്മള് വലിച്ചു വാരി എടുത്തില്ലെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ട് എടുക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് നോക്കി, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി അവരെ തിരിച്ച് അതേ സ്ഥലത്ത് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഫാമിലി കിട്ടുന്നവരെ നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് അഡോപ്ഷന് കൊടുക്കാം എന്നുള്ള രീതി. എനിക്ക് അങ്ങനെയാണ് താല്പര്യം. അപ്പൊ അത് എൻ്റെ ഒരു ഇതാട്ടോ. കാരണം കുറെ പേര് അത് എന്നെ തെറ്റായിട്ട് കാണുന്നുണ്ട്. നീ എന്താണ് അങ്ങനെ ചെയ്യണേ, നിനക്ക് ഈ പപ്പീസിനെ എടുത്ത് ഇതാക്കിയ നീ എന്തിനാണ് പപ്പീസിനെ എടുക്കുന്നത്? കാരണം കുഞ്ഞുങ്ങൾ അവർക്ക് അവിടെ വളർന്നു കാര്യങ്ങളും ശരിയാണ്. പക്ഷെ പല കുഞ്ഞുങ്ങളുടെയും സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമുക്ക് ആ പപ്പീസിനെ കൊണ്ടുവരേണ്ട അവസ്ഥകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കാര്യങ്ങൾ. നമ്മൾ സംസാരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോയോണ്ടിരിക്കും കേട്ടോ. അപ്പോ എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം. ഇത് എവിടെ പോയിട്ട് വരണേ? ഇത് എവിടെ പോയിട്ടാ വരണത്? ഇവിടെ നമ്മൾ കെട്ടിയിടാൻ പാടില്ല കേട്ടോ. ഇവള് ശരിക്കും പറയുകയാണെങ്കിൽ ഇവള് VIP ആണ്.
നമ്മുടെ ഡോബർ ശരിക്കും പറഞ്ഞാൽ VIP ആണ്. ഇവിടെ മനസ്സിലായില്ലേ, നമ്മുടെ അന്ന് നമ്മളെ അഡോപ്ഷന് പോയിട്ടുള്ള കുഞ്ഞ്, അവള് ഇതേ ഉഷാറായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ഡോബർ ഇതേ ഫുള്ള് ചെളിയായിട്ടാണ് വന്നേക്കണം. അവിടെ എന്താ പറയാ, ആ ചെളിയിൽ മൊത്തം കുളിച്ചതായിട്ടാണ് വന്നേക്കണം. ഇനിയും പോയി കുളിക്കണ്ട ചെളിയിൽ. അപ്പൊ എന്തായാലും ഞങ്ങൾ നാളെ അല്ലാണോ, തിങ്കളാഴ്ച നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം. പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു കേജിന്റെ കാര്യത്തിന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നമുക്ക് എല്ലാ എക്സ്പെൻസും കൂടെ നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മെയിൻ ഷെൽട്ടറിന്റെ പണികൾ തുടങ്ങാനായിട്ട്. അത് നമ്മളൊരു ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ഇതിലൊക്കെയാണ് നമ്മൾ മെയിൻ ഇതായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാര്യം ഞാൻ പറഞ്ഞു മുഴിപ്പിച്ചില്ല, കാരണം വേറെ ഒന്നല്ല കേട്ടോ. നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വലിച്ചു വാരി എല്ലാം ഇതാക്കുന്നില്ല. അതായത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മളാൽ കഴിയുന്ന പിള്ളേരെ നമ്മളെടുത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയാ, അവരെ കിട്ടാവുന്ന എല്ലാ മാക്സിമം, ലൈക്ക് ഇപ്പൊ അവർക്ക് സപ്ലിമെന്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് ഇതാക്കണം. കാരണം പല റെസ്ക്യൂ സെന്റേഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭക്ഷണം പോലും കിട്ടാതെ അവിടെ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഇപ്പൊ ഉള്ള നമ്മുടെ പിള്ളേർ എന്ന് പറഞ്ഞാൽ പക്ക ഹെൽത്തിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മക്കളുടെ ഹെൽത്ത് എന്താണ്. ഒരു കാര്യത്തിലും, ഒരു വൃത്തിയുടെ കാര്യത്തിലും ഒന്നിലും ഇല്ല. ഇപ്പൊ നമ്മുടെ ലൂയിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആശാന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, എല്ലാ പറമ്പിൽ കൂടെ വന്നതാക്കി കഴിഞ്ഞിട്ട് എന്താണ്ടോ എന്തോ കടിച്ചതോ എന്താണെന്ന് അറിയില്ല, മുഖത്ത് നിറച്ച് ഇപ്പൊ ചുമന്ന പാടുകളും കാര്യങ്ങളും. അത് നമ്മൾ ഇനി തിങ്കളാഴ്ച പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വേണം ആക്കാനായിട്ട്. മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ എല്ലാ കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ മക്കൾ എത്രത്തോളം ഹെൽത്തിയാണ് കാര്യങ്ങളാണ്. ഇപ്പൊ ഉള്ള എല്ലാ 24 മക്കളുടെയും കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മറ്റുള്ള ഷെൽട്ടർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ പറയാ, സ്നേഹവും കാര്യങ്ങളും എന്തായാലും വേണം. അപ്പൊ എന്തായാലും നമ്മള് പുതിയ വിശേഷങ്ങളായിട്ട് മൺഡേ വരുന്നുണ്ട്. ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതാക്കുന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച കാണാം. അപ്പോൾ